എങ്ങനെയുണ്ടായിരുന്നു കളിച്ചപ്പോൾ? നമ്മളെ മാക്സിമം എടുത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്. നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസമുള്ളത്. വയനാടായിരുന്നു ടീം ഉണ്ടായിരുന്നത്. അപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് അത്രയൊക്കെ കളിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കാട്ടി മികച്ച ചെയ്താവും. ശരി. സാറിന് എന്ത് തോന്നുന്നു? കുട്ടികൾ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? ഇത്രയും വലിയ വേദിയിൽ ഇവർക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സംസ്ഥാന കലോത്സവത്തിൻ്റെ അതും 1-ാം നമ്പർ വേദിയിൽ സംഘനൃത്തം എന്ന് പറഞ്ഞത് വളരെ ഗ്ലാമറായിട്ടൊരു ഐറ്റമാണ്. ആ ഐറ്റം ഇത്ര വേറിട്ട രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം. വയനാടിൻ്റെ പത്രത്തിലുള്ള വാർത്തകൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം കെടുത്തിയ സംഭവമായിരുന്നു. കാരണം ഞാനൊരു ഫോക്ലോറിസ്റ്റാണ്, ഫോക്ലോർ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് വയനാട് ഒത്തിരി തവണ പോയിട്ട് അവിടുത്തെ ഒത്തിരി ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അരുണായിട്ട് പറഞ്ഞു, ഈ വർഷം നമുക്ക് വയനാടിന് വേണ്ടിയിട്ട് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു ഐറ്റം ഇറക്കണം. അപ്പോൾ അത് വയനാട് അങ്ങനെയാണ് നമ്മൾ വയനാടിനെ എടുത്തത്. ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു സിനിമ പോലെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. സന്തോഷമായിട്ടുള്ള 3 കാര്യങ്ങൾ, അവർക്ക് ഈ ഒരു ദുരന്തത്തിൽ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അങ്ങനെയാണ് ഈ ഒരു തീം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അവസാനിക്കുന്നത് തന്നെ എന്തൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും കേരളം എന്നും ഒന്നിച്ചു നിൽക്കും. അവരുടെ ഒരു നന്മയിൽ ഈ മുണ്ടക്കൈ വീണ്ടും നമുക്ക് പടുത്തുയർത്താൻ പറ്റും. അതിന് ശക്തമായിട്ടുള്ള പിന്തുണ നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ള ഒരു സന്ദേശത്തിലാണ് ഇത് അവസാനിക്കുന്നത്. വയനാടിൻ്റെ പണിയ വിഭാഗത്തിലെ 2 പാട്ടുകൾ ലിറിക്സ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആ
പണിയ വിഭാഗത്തിലുള്ള വ്യക്തികളോടുള്ള ഞങ്ങളുടെ ഐക്യദാർഢ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ദുരന്തത്തിൽ ഏറ്റവും അധികം കണ്ണ് നനച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മുത്തശ്ശി മീഡിയയോട് പറയുന്നത് അവർ പോകുന്ന വഴിയിൽ ഒരു ആനയെ കാണുകയും ആനയുടെ കാലിനടിയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആ ഡയലോഗ് ഞങ്ങൾ അതുപോലെ തന്നെ ഇതിൽ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതെന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. അത് ഈ വേദിയിൽ ഈ വരുന്ന ആളുകൾ ഇന്നിവിടെ റിമെമ്പർ ചെയ്യാനും വയനാടിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്. ജൂലൈ 28 മുതൽ വയനാട് ജില്ലയിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ഇവർ സബ് ജില്ലയും കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റിലേക്ക് എത്തിയത്. സബ് ജില്ലയിനേക്കാൾ മികച്ച രീതിയിലാണ് ജില്ലയിൽ ചെയ്തത്. അവിടെ 1ാം സ്ഥാനം കിട്ടി. അതിനേക്കാൾ ഒരുപാട് ഉയരത്തിലേക്ക് ഇന്ന് ഇവർക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വളരെ ഹാപ്പി. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ് നമ്മുടെ കൃപേന്ദു എന്ന് പറഞ്ഞ ടീച്ചർ. ഇവരാണ് കൂടുതലും കാസർഗോഡ് നിന്ന്. മാഷ് തൃശ്ശൂരാണ്. കുട്ടികളുടെ കൂടെ എപ്പോഴും ജീവശ്വാസമായിട്ടുണ്ടായിരുന്നത് കൃപേന്ദു ടീച്ചറാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു യൂണിറ്റിയാണ് സംഘനൃത്തത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പാഠം കൂടെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റിൽ വരുന്നത്. സോ നമ്മളെ സ്റ്റേറ്റിലേക്ക് എത്തിച്ച അരുൺ മാഷിക്കും അതുപോലെ തന്നെ കൃപേന്ദു ചേച്ചിക്കും താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ആണോ? ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. എന്ത് തോന്നുന്നു? നല്ല ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത്. അതിൻ്റെ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും തന്നെ അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ പ്രകാശിനൊപ്പം അഷ്ടമി വിജയൻ, കൈരളി ന്യൂസ്.